പൂർണ്ണമായിട്ടും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? 100% വർക്കിംഗ് ഫ്രം ഹോം വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ എംപ്ലോയീസ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ധാരാളം എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന ബിസിനസ്സിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം നെക്സ്റ്റ് 90 ഡേയ്സിനുള്ളിൽ തന്നെ ആ ഒരു ബിസിനസ്സിനെ ഫുള്ളി നിങ്ങൾക്ക് ഓട്ടോമേറ്റഡ് ആക്കാനായിട്ട് സാധിക്കും. റൈറ്റ്, ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഡെയിലി ബേസിസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. റൈറ്റ്, ഫുള്ളി ഓട്ടോമേറ്റഡ് ബിസിനസ് എങ്ങനെയാണ് തുടങ്ങുന്നത്? ഫസ്റ്റ് വൺ, ഫൈൻഡ് യുവർ നിഷ്. നിഷ് മീൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയ, മേഖല ഏതാണോ അത്. ദറ്റ് ഇസ് കോൾഡ് നിഷ്. ഓക്കെ, ഫേവററ്റ് ഏരിയ അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒന്ന് ഇവിടെ സൂചിപ്പിക്കാം. നിഷസിനുള്ള പേഴ്സണൽ ഉണ്ട്, കരിയർ ഉണ്ട്, ബിസിനസ് ഉണ്ട്, ഹെൽത്ത് ആൻഡ് വെൽനസ് ഉണ്ട്, അതുപോലെ റിലേഷൻഷിപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ആർട്സ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, ഗെയിമിംഗ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള മേഖല എന്ത് തന്നെയായാലും, ഇപ്പോൾ ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലേതെങ്കിലും ഒരു നിഷ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി ഈ ഒരു കാറ്റഗറിയിലല്ല നിങ്ങളുടെ നിഷെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഹോം ഗാർഡനിങ് അല്ലേ, അക്വേറിയമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്, പെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് കാറ്റഗറി വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു മേഖലയ്ക്ക് പറയുന്ന പേരാണ് നിഷ്. ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഏരിയയാണ് നിഷ്. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ് നിങ്ങളുടെ നിഷ് ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ പോയിൻ്റ്, ഫൈൻഡ് എ പ്രോബ്ലം. അതിലൊരു പ്രോബ്ലത്തെ നിങ്ങൾ കണ്ടെത്തുക. ഒരു ഉദാഹരണം പറയാനായിട്ട് സാധിക്കും. ഇപ്പം ആരോഗ്യ മേഖല, ഹെൽത്ത് ആൻഡ് വെൽനസ് നിങ്ങളുടെ മെയിൻ നിഷായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഹെൽത്തിലുള്ള പലതരത്തിലുള്ള പ്രോബ്ലം ഉണ്ടല്ലേ. ഇപ്പോൾ ഇമ്മ്യൂണിറ്റി, ഇപ്പോൾ കറണ്ട് കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അല്ലേ. ലോകം മുഴുവൻ കോവിഡിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇമ്മ്യൂണിറ്റി ഇല്ലായ്മ. ശരിയാണ്. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ ഹെൽത്ത് മെയിൻ നിശ, അതിൽ സെക്കൻഡ് പോയിൻ്റ് എന്താണ്? പ്രോബ്ലത്തെ കണ്ടെത്തി, ഇമ്മ്യൂണിറ്റി ഇല്ലായ്മ. ഓക്കെ, തേർഡ് പോയിൻ്റ്, മേക്ക് എ സൊല്യൂഷൻ. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഇപ്പോൾ ഇമ്മ്യൂണിറ്റിക്ക് ഒരു പരിഹാരമായിട്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം മെത്തേഡ്സുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഹോമിയോപ്പതി അല്ലെങ്കിൽ നാച്ചുറോപ്പതി, ആയുർവേദം, അല്ല വാട്ടർ തെറാപ്പി, യോഗ തെറാപ്പി, ഹീലിംഗ്, സുജോഗ, പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. റൈറ്റ്, അപ്പോൾ നമ്മൾ പ്രോബ്ലത്തെ കണ്ടെത്തി, പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി. ഓക്കെ, അതിനുശേഷം അതിനൊരു ടാർഗറ്റ് മാർക്കറ്റ് കണ്ടെത്തുക. ഇപ്പോൾ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടാർഗറ്റ് മാർക്കറ്റ് ആരാണ്? ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആളുകളാണ് അല്ലേ. പ്രതിരോധശേഷി ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ്. ഓക്കെ, അപ്പം ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനായി, അതിനുള്ള ടാർഗറ്റ് മാർക്കറ്റായി. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോഴ്സ് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ക്രിയേറ്റ് കോഴ്സ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് കരിക്കുലം ഡിസൈൻ ചെയ്യുന്നുള്ളത് എൻ്റെ ഇൻസൈഡ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇതിനെ കൃത്യമായിട്ട് ടീച്ച് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ്ബിലേക്ക് നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടില്ലെങ്കിൽ ഇതുവരെ ഇൻവൈറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മേഖല ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യം കൃത്യമായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ്, എന്തൊക്കെ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻഡ് കസ്റ്റമേഴ്സ്. നെക്സ്റ്റ് പോയിന്റ്, ഫൈൻഡ് കസ്റ്റമേഴ്സ്. എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക ഓൺലൈനിൽ? നമുക്കറിയാം ഓഫ്ലൈൻ വേൾഡിൽ നമ്മൾ ഒരുപക്ഷെ കസ്റ്റമേഴ്സിനെ തേടി അങ്ങോട്ട് പോകുമായിരിക്കും. ഇവിടെ നമുക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ലോകത്ത് എല്ലായിടത്തുമുള്ള നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെ? ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. അതുകൂടാതെ സെൽ മെമ്പർഷിപ്സ്. നമ്മളൊരിക്കലും ഇവിടെ ഒരു പ്രോഡക്റ്റോ ഒരു കോഴ്സോ സെല്ല് ചെയ്യുകയല്ല. ധാരാളം ആളുകൾ ഓൺലൈനിൽ പലതരത്തിലുള്ള കോച്ചിങ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പൊതുവെ ചെയ്യുന്ന കാര്യം എന്താണ്? അവരവരുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുകയാണ്. എന്നാൽ നമ്മളിവിടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണ്. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്.
ഒരിക്കലും പ്രോഡക്റ്റ് സെല്ലിംഗ് അല്ല. ഡോണ്ട് സെൽ എനി പ്രോഡക്റ്റ്, ബിൽഡ് സെൽ മെമ്പർഷിപ്സ്. ഓക്കെ, നമുക്ക് ഒരു 3 ലെവൽ മെമ്പർഷിപ്പാണ് നമ്മൾ സെല് ചെയ്യുന്നത്. ആദ്യം ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ. ഇപ്പോൾ ഫസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ അതിനൊരു 5000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം സെക്കൻഡ് ലെവൽ എന്ന് പറയുമ്പോൾ 25,000, അല്ല തേർഡ് ലെവൽ ഒരു 45,000. അപ്പോൾ ആ രീതിയിൽ ഇതിനെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഇൻസൈഡ് കമ്മ്യൂണിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഫൈനൽ പാർട്ട് എന്ന് പറയുന്നതാണ് ഓട്ടോമേഷൻ. എങ്ങനെയാണ് ഈ കംപ്ലീറ്റ് സിസ്റ്റം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ലീഡ് ഓട്ടോമേഷൻ, വെബിനാർ ഓട്ടോമേഷൻ, സെയിൽസ് ഓട്ടോമേഷൻ, അതുപോലെ സപ്പോർട്ടിംഗ് ഓട്ടോമേഷൻ. കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ധാരാളം ആളുകൾ കമ്മ്യൂണിറ്റിയിലേക്ക് വരും. അവർക്ക് വേണ്ട സപ്പോർട്ടിംഗ് സിസ്റ്റത്തെ എങ്ങനെയാണ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഈ കാര്യങ്ങളെല്ലാം ഇൻസൈഡ് കമ്മ്യൂണിറ്റിയിൽ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടൊരു ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്, ഹോം ബേസ്ഡ് ബിസിനസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം സമയം ചിലവഴിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാം. കാരണം പല ആളുകളും ഇന്ന് ബിസിനസ് ചെയ്യുന്നത് ഒരുപക്ഷെ ഇഷ്ടമുള്ള മേഖലയിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം പണം ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് പണം സമ്പാദിക്കാനായിട്ട് ഒരുപക്ഷെ നമുക്ക് താല്പര്യമില്ലാത്ത മേഖലകളിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ലെ ബിസിനസ് ചെയ്യുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് തന്നെ മേഖലയായാലും അതിനെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഓൺലൈൻ ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും അതിനെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ സോർട്ട് ഔട്ട് ചെയ്യാൻ പോയിൻറ്റ്സ്. നിങ്ങളുടെ നിശ് കണ്ടെത്തുക, നിങ്ങളുടെ മേഖല കണ്ടെത്തുക. 2, അതിലൊരു അതിലൊരു പ്രോബ്ലത്തെ കണ്ടെത്തുക, അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുക. അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക. അതിനുശേഷം നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ല സെല് ചെയ്യേണ്ടത്, മറിച്ച് നിങ്ങളുടെ മെമ്പർഷിപ്പ് വൈസാണ് നിങ്ങൾ സെല് ചെയ്യേണ്ടത്. ലാസ്റ്റ് പാർട്ടാണ് ഓട്ടോമേഷൻ. ആദ്യം മാനുവലി നമ്മൾ ചെയ്ത് ശീലിക്കണം. ഫസ്റ്റ് 90 ഡേയ്സിൽ, നെക്സ്റ്റ് 90 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് സിസ്റ്റത്തെ ഓട്ടോമേറ്റ് ചെയ്യണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഡെയിലി ബേസിസ് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക് യു.